Hi, good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഡെസേർട്ട് ഒന്നല്ല കേട്ടോ. നിങ്ങൾ ഫ്രൂട്ട്സ് കാണുമ്പോൾ ഡെസേർട്ടാണെന്ന് വിചാരിക്കും, പക്ഷേ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു കറിയാണ്. നമ്മുടെ വീട്ടിൽ കൂടുതലും ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ ബാക്കിയാവില്ലേ, എല്ലാവർക്കും കഴിച്ചു മടുത്ത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ബാക്കിയായിട്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചടി റെസിപ്പിയാണിത്. അധികം കുക്കിംഗ് ടൈമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. സദ്യയിലും ഉണ്ടാക്കാം, സദ്യയിലൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പച്ചടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫ്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 1/2 കപ്പ് പോംഗ്രാനൈറ്റ് എടുത്തിട്ടുണ്ട്, 1 കപ്പ് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, 2 കളറിലെ ഗ്രേപ്സും കൂടി 1 കപ്പ് എടുത്തിട്ടുണ്ട്, 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്യേണ്ടാത്ത ഫ്രൂട്ട്സാണ് ചേർക്കേണ്ടത്. കുക്ക് ചെയ്യേണ്ട ഫ്രൂട്ട്സ് നമ്മുടെ പൈനാപ്പിൾ, അതുപോലെ തന്നെ പഴം, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒന്നും ചേർക്കരുത്. ഇങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ ചേർക്കുകയാണെങ്കിൽ അത് കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ കറിയാക്കാനായിട്ട്. ഇതാകുമ്പോൾ കുക്ക് ചെയ്യേണ്ടാത്ത ഫ്രൂട്ട്സാണ്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കണം. അരപ്പ് റെഡിയാക്കിയിട്ടാണ് നമുക്ക് ബാക്കി കാര്യങ്ങളെന്ന് വെച്ചാൽ ഫ്രൂട്ട്സിന് കുക്കിംഗ് ഇല്ലല്ലോ, അപ്പോൾ നമ്മൾ അരപ്പ് റെഡിയാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അരപ്പ് റെഡിയാക്കാനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 ഉള്ളി ചേർക്കുന്നുണ്ട്, ഒരേ 1 ഉള്ളി, ഒരു 4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ചെറിയൊരു എരിവുള്ള പച്ചടിയാണിത്. ഇനി നമ്മുടെ തേങ്ങ ചിരവിയത്, പിന്നെ ചേർക്കുന്നത് ചെറിയ ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ് ഒരു 1/4 ടീസ്പൂൺ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് അരയ്ക്കാൻ. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ അരപ്പ് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കുക. കടുകൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക കേട്ടോ, ഒരുപാട് അരയേണ്ട, ചെറിയ തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ചട്ടിയൊക്കെ ചൂടാക്കി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അരപ്പ് കടുകും കൂടി ചേർത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മളൊരു ചട്ടി ചൂടാക്കി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുകേ ചേർത്തിട്ടുള്ളൂ. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 4 വറ്റൽമുളക് ചേർക്കാം. അതുപോലെ തന്നെ അത്യാവശ്യം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരണം. അതിനായിട്ട് ആദ്യം നമ്മൾ അരപ്പ് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സാണ് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പഴമോ പൈനാപ്പിളൊക്കെയാണ് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് വേവിച്ചതിലേക്കാണ് നമ്മൾ ഈ ഒരു അരപ്പ് ചേർക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഫ്രഷ് ഫ്രൂട്ട്സ് ചേർക്കുന്നതുകൊണ്ട് നമ്മൾ ആദ്യം അരപ്പ് ചേർത്ത് അരപ്പൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള പച്ചടികളാണ് ഇപ്പോൾ ഇതൊക്കെ. ഇനി അരപ്പിൻ്റെ ഈ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് എടുക്കും അരപ്പിൻ്റെ റോ ടേസ്റ്റ് മാറി വരാൻ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഫ്രൂട്ട്സിനും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ്, തൈരും ഫ്രൂട്ട്സും എല്ലാം ചേരുമ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഇനി അരപ്പിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരട്ടെ. ഇത് ഏറ്റവും സിമ്പിളാണ്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കുക്കിംഗ് ടൈമൊന്നുമില്ല, ഈ ഒരു അരപ്പും കുക്കാവുന്ന ആ ഒരു സമയമുള്ളൂ. അപ്പോൾ ആദ്യം ചെറിയ ബർണറിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ അരപ്പ് ചേർത്തത്. ഇനിയിപ്പോൾ ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി ചെറിയ ബർണർ തന്നെ അരപ്പിലുള്ള വെള്ളം ഒന്ന് വറ്റി വരാനായിട്ട്. ഈ സമയത്ത് നമ്മൾ നമ്മുടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനുണ്ടെങ്കിൽ, ഗ്രേപ്സൊക്കെ വലുതാണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ തൈരൊന്ന് ഉടച്ച് വയ്ക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരു 2 മിനിറ്റ് അരപ്പൊന്ന് കുക്കായി വരട്ടെ. നമുക്ക് ഇനി 2 മിനിറ്റ് അരപ്പൊന്ന് കുക്കായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അത് കണ്ടോ, അരപ്പിലുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞു. ഇത്രയും സമയമേ നമ്മൾ അടുപ്പിൽ സ്റ്റൗ ഓൺ ചെയ്തിട്ട് കുക്ക് ചെയ്യുന്ന പരിപാടിയുള്ളൂ. ഇനി ഇതൊന്ന് ഇളക്കി ഒന്ന് ചൂട് കുറച്ചെടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൺചട്ടിയാണ്, നല്ല ചൂടുണ്ടാവും. അപ്പോൾ ഒന്ന് ചൂട് കുറയുന്നത് വരെ, ഒരുപാട് ചൂട് കുറയുന്നത് വരെ അല്ല,
ലൈറ്റായിട്ടൊന്ന് ചൂട് കുറയുന്നത് വരെ ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി. ഒന്ന് ചൂട് കുറഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്ന് ചൂട് കുറഞ്ഞ് വരട്ടെ. ഇപ്പോൾ നമ്മുടെ അരപ്പ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് 2 മിനിറ്റ് ആയി. ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ഫോർക്ക് യൂസ് ചെയ്തിട്ടോ സ്പാറ്റില യൂസ് ചെയ്തിട്ടോ ഒക്കെ ഉടയ്ക്കാം. നമ്മൾ മിക്സിയിൽ ഉടയ്ക്കരുത് കേട്ടോ. അല്ലാതെ വെള്ളം പോലെ ആയിപ്പോവും തൈര്. അത്രയും ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആവരുത് തൈരിന്. തൈരും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ തൈരിൻ്റെ പുളി ഒന്ന് ചെക്ക് ചെയ്യുക. പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം. പുളി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യമില്ല. അപ്പോൾ തൈരിൻ്റെ പുളി ഒന്ന് ചെക്ക് ചെയ്യട്ടെ. പുളിയും ഉപ്പും ഒക്കെ പാകമാണ്. നമുക്കിനി ഇപ്പോൾ പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ചേർക്കാം. നമ്മൾ റൗണ്ടിലാണ് നമ്മുടെ ഗ്രേപ്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ പച്ചടി റെഡി ആയിക്കഴിഞ്ഞു. ഇത്രയുള്ള പരിപാടി. ഞാനിതിലേക്ക് പോംഗ്രനേറ്റും കൂടി ആഡ് ചെയ്യാൻ പോവുകയാണ്. പോംഗ്രനേറ്റ് മുഴുവൻ ചേർക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചേർക്കുന്നുണ്ട്. അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 5-8 മുന്തിരിയേ ഉള്ളൂ, കുറച്ച് പോംഗ്രനേറ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പച്ചടി, ഒരു സൈഡ് ഡിഷ് ചോറിൻ്റെ കൂടെ, അല്ലെങ്കിൽ സദ്യയുടെ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സദ്യയിൽ വെറൈറ്റി ആയിട്ടൊരു പച്ചടി ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കുക, കഴിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പച്ചടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിച്ച് ബാക്കി വന്നാൽ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക കേട്ടോ. അല്ലെങ്കിൽ മോശമായി പോവും. നമ്മൾ തൈരൊക്കെ കുക്ക് ചെയ്യാതെയാണ് ചേർത്തിട്ടുള്ളത്, ഫ്രൂട്ട്സ് കുക്ക് ചെയ്യാതെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ മോശമായി പോകാൻ സാധ്യതയുണ്ട്. കഴിച്ചിട്ട് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസത്തേക്ക് വെക്കുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. ആ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരമുള്ള പച്ചടിയാണ് വേണ്ടത്, ഫ്രൂട്ട്സിൻ്റെ മധുരം മാത്രം പോരാ എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ചോറിൻ്റെ കൂടെ സദ്യയിലൊക്കെ ഈ ഒരു പച്ചടി ഉണ്ടാക്കി കഴിക്കുക. ഇല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുമില്ലല്ലോ. പിന്നെ ഒരു കാര്യം എന്താ എപ്പോഴും പറയാറുള്ളത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.